അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മനുഷ്യരെന്ന നിലക്ക് പല രൂപത്തിലുള്ള ക്രയവിക്രയങ്ങളും കൊടുക്കൽ വാങ്ങലുകൾ, അളവ് തൂക്കങ്ങൾ എല്ലാം നിർവഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. എത്ര തന്നെ പരിശ്രമിച്ചാലും, ആത്മാർത്ഥമായി നമ്മൾ എത്ര തന്നെ പരിശ്രമിച്ചാലും ഭൗതികമായ മേഖലയിൽ ഇത്തരം അളവ് തൂക്കങ്ങളിൽ പരിപൂർണമായ ഒരു കൃത്യത വരുത്താൻ പലപ്പോഴും നമുക്ക് സാധ്യമാവാറില്ല. എന്നാൽ ഇവിടെ നമ്മൾ പരിഗണിക്കേണ്ട ഒരു വസ്തുത, അളവ് തൂക്കങ്ങൾക്കെല്ലാം വളരെ കൃത്യമായ കണക്കുകൾ നോക്കപ്പെടുന്ന, അല്ലെങ്കിൽ കൃത്യമായ കണക്കുകൾക്കനുസരിച്ച് അളവ് തൂക്കങ്ങൾ നിർവഹിക്കപ്പെടുന്ന ഒരു ലോകം വരാനുണ്ട് എന്നും പരിശുദ്ധ ഖുർആൻ പരലോകത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ അൽ വസ്നു യൗമഇദ്നിൽ ഹഖ്, ആ ദിവസത്തെ തൂക്കൽ, ആ തൂക്കം എടുക്കുന്ന ആ പ്രക്രിയ അത് വളരെ സത്യമാണ് എന്ന് പ്രത്യേകമായി പറഞ്ഞിരിക്കുന്നത് കാണാം. മീസാൻ, ഉപരിലോകത്തെ അള്ളാഹു ഉയർത്തുകയും അവിടെ ഒരു തുലാസ് സ്ഥാപിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെയാണ് ഇമാം തുർമുദി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സുനനിൽ റിപ്പോർട്ട് ചെയ്ത ഒരു സംഭവം നമ്മൾ ഓർമ്മിക്കേണ്ടത്. ഒരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നുകൊണ്ട് ഒരു കാര്യം അവതരിപ്പിക്കുകയാണ്. അദ്ദേഹത്തിന് ധാരാളം അടിമകളുണ്ട്. ഈ അടിമകൾ ആ വ്യക്തിയെ പലപ്പോഴും വഞ്ചിക്കുകയും അതേപോലെ അയാളെ കബളിപ്പിക്കുകയും എല്ലാം ചെയ്യാറുണ്ട്. ഇത് മനസ്സിലാകുമ്പോൾ ഈ വ്യക്തി ആ അടിമകളെ പലപ്പോഴും ശകാരിക്കാറുണ്ട്, ചിലപ്പോഴെല്ലാം അടിക്കാറുണ്ട്. അപ്പോൾ അയാളുടെ അവസ്ഥ എന്താണ്, ഈ മനുഷ്യൻ്റെ അവസ്ഥ എന്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അയാൾ അന്വേഷിക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, പരലോകത്ത് വെച്ചുകൊണ്ട് ആ അടിമകൾ ചെയ്ത പാപം അത് തൂക്കപ്പെടും. നീ ചെയ്ത ശകാരങ്ങളാവട്ടെ മർദ്ദനങ്ങളാവട്ടെ അതും കൃത്യമായി തൂക്കപ്പെടും. ഇവ രണ്ടും തുല്യമാണെങ്കിൽ നിനക്ക് യാതൊരു പ്രശ്നവുമില്ല, യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇനി അത് തൂക്കുമ്പോൾ അവർ ചെയ്ത പാപമാണ്, അവർ ചെയ്ത വഞ്ചനയാണ് അത് കൂടുതലെങ്കിൽ തീർച്ചയായും നീ ചെയ്ത ശിക്ഷ കുറവാണെങ്കിൽ അത് നിന്റെ ഒരു ഫളലായി, നിന്റെ ഒരു ശ്രേഷ്ഠതയായിക്കൊണ്ട് പരലോകത്ത് രേഖപ്പെടുത്തപ്പെടും. ഇനി നീ ചെയ്ത ശിക്ഷയാണ്, അതിനാണ് കൂടുതൽ തൂക്കം വരുന്നതെങ്കിൽ, അവർ ചെയ്ത പാപത്തേക്കാൾ അധികമാണ് നിന്റെ ശിക്ഷയെങ്കിൽ തീർച്ചയായും നിന്റെ ഫളലിൽ നിന്ന് എടുത്തുകൊണ്ട് അവർക്ക് നൽകപ്പെടും. നീ ചെയ്ത കർമ്മങ്ങളിൽ നിന്ന് അവർക്ക് പ്രതിഫലം നൽകപ്പെടും. നീ ചെയ്ത കർമ്മങ്ങളുടെ പ്രതിഫലം അവരുടെ അക്കൗണ്ടിലേക്ക് വരവ് വെക്കപ്പെടുമെന്നാണ്. ഈ ഒരു വാർത്ത കേട്ടപ്പോൾ അയാൾ ആ അടിമകളെ മുഴുവൻ സ്വതന്ത്രരാക്കിയതായി നമുക്ക് കാണാൻ കഴിയും. ഈ രൂപത്തിൽ അളവ് തൂക്കങ്ങൾക്ക് വളരെ കൃത്യമായ വില കൽപ്പിക്കപ്പെടുന്ന ആ ഒരു ദിവസത്തെ നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ.